എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഉദിച്ച് വരണത് കാണിച്ചുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് എല്ലാം തുടങ്ങാറ്. പക്ഷേ ഇന്നിപ്പോൾ എന്താ അസ്തമിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. വേറൊന്നുമല്ല, നാളെ മകരം ഒന്നാണ്. അപ്പോൾ മകരപ്പൊങ്കലാണ്, മകരസംക്രാന്തിയാണ്, ഒരുപാട് വിശേഷപ്പെട്ട ദിവസമാണല്ലോ. അപ്പോൾ ഞങ്ങളും ഇന്നല്ല നാളെ പൊങ്കാല ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് വീട്ടിൽ. അങ്ങനെ ഇതാ പൊങ്കാല സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. ആദ്യം കലം വാങ്ങണം. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ പൊങ്കാല ഇങ്ങനെ കലത്തിടണത് മാത്രമേ ഇഷ്ടമുള്ളൂ. വേറെ ഈ വെങ്കലത്തിലെ ചരുവങ്ങളിലോ അതുപോലെ തന്നെ വെങ്കലത്തിൻ്റെ തന്നെ കലമൊക്കെ ഉണ്ട്, അതൊക്കെ അമ്മയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു തൃപ്തി കിട്ടൂല. മൺകലത്തിൽ പൊങ്കാല ഇട്ട് അതിങ്ങനെ തിളച്ച് തൂകി കളഞ്ഞാൽ മാത്രമേ എനിക്കൊരു സമാധാനം ഒരു തൃപ്തിയും വരുള്ളൂ. ആദ്യം നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ ഏറ്റവും വലുത്. നമ്മൾ ഈ മൺകലത്തിൽ പൊങ്കാല ഇട്ടാൽ മാത്രമേ ഇങ്ങനെ നന്നായിട്ട് തിളച്ച് തൂകുള്ളൂ. അങ്ങനെ ഇതാ കലമൊക്കെ വാങ്ങിയിട്ട് നേരെ ഇനി പൂക്കടയിലാണ് വന്നത്. ഞങ്ങളുടെ കടയുടെ നേരെ ഓപ്പോസിറ്റുള്ള പൂക്കട തന്നെയാണ്. അവരും ഭയങ്കര തിരക്കിലാണ്. ഇന്നത്തെ ദിവസം അറിയാമല്ലോ, നാളെ പൊങ്കാലയാണ്, 1-ാം തീയതിയാണ്. അപ്പോൾ അവരും ഭയങ്കര ബിസിയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇനി ഇവിടെ നിന്ന് പടുക്കയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം, മഞ്ഞൾപ്പൊടിയൊക്കെ വാങ്ങണം. അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ വേറൊരു കടയിൽ പോയി അവിടെ നിന്ന് പൊങ്കാല സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടാണ് ഇതാ ഇനി വീട്ടിലേക്ക് പോണത്. ഇനി വീട്ടിൽ പോണതിന് മുന്നേ അമ്മയൊക്കെ താമസിക്കാനായിട്ട് എടുത്ത് ആ വീട്ടിലോട്ടൊന്ന് പോകണം. അവിടെ എല്ലാവരും ഒക്കെ നിൽക്കുകയാണ്. അവർ സാധനങ്ങളൊക്കെ കുറേയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ 1-ാം തീയതി ആയതുകൊണ്ട് അന്ന് തന്നെ ചെറിയൊരു പാല് കാച്ചലൊക്കെ നടത്തി കയറാമെന്നൊക്കെ ഉള്ളൊരു തീരുമാനത്തിലാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. എനിക്കിനി വാഴയില കട്ട് ചെയ്യണം. എല്ലാം നമ്മളിങ്ങനെയാണല്ലോ, എല്ലാ വെപ്രാളങ്ങളും കൂടെ ആകുമ്പോഴേക്കും ഞാൻ വാഴയിലയുടെ കാര്യം മറന്നു. അപ്പം നാളെ വെളുപ്പാൻ രാവിലെ വേണം പൊങ്കാല ഇടാനായിട്ട്. അപ്പോൾ എന്തായാലും വാഴയില എടുക്കാൻ പോകാനൊന്നും പറ്റൂല, ഇരുട്ടത്തൊന്നും പോകാൻ പറ്റൂല. അങ്ങനെ വന്ന ഉടനെ നേരെ പുറകോശത്ത് പോയി വാഴയില കട്ട് ചെയ്ത്, ഒരു വാഴയില മതിയായിരുന്നു. അതുപോലെ തന്നെ വാഴയില കട്ട് ചെയ്യാനായിട്ട് വീട്ടിൽ താമസമായില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു സാധനങ്ങളും ഇല്ലായിരുന്നു, കത്തിയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. പിന്നെ വല്ലഭന് പുല്ലും ആയതോ എന്നല്ലേ പറയണത്. അതുപോലെ കടിച്ച് മുറിച്ച് അവിടെ കിടന്ന കല്ലൊക്കെ എടുത്തിട്ട് ഉരച്ചൊക്കെയാണ് ഞാൻ വാഴയില സാഹസികമായിട്ട് കട്ട് ചെയ്തെടുത്തത്. പക്ഷെ നല്ല രീതിയിൽ തന്നെ കിട്ടി. അങ്ങനെ വാഴയിലയും എടുത്ത്, അപ്പോൾ ഇവിടെ ഇന്നിപ്പം അനിയത്തിയും മക്കളുമൊക്കെ വന്നിട്ടുണ്ട്. അനിയത്തിയും മക്കളും അല്ല, അനിയത്തിയും മോനും ഭർത്താവും ഒക്കെ വന്നിട്ടുണ്ട്. അനിയത്തി എന്ന് പറയുമ്പം എൻ്റെ സ്വന്തം അനിയത്തിയല്ല, എൻ്റെ കുഞ്ഞമ്മയുടെ മോളാണ്. അവളും ഹസ്ബൻഡും മോനും ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇനി നമ്മൾ പൊങ്കാലയുടെ സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇവിടെ ഞങ്ങളും അങ്ങോട്ട് ചെന്നത്. അപ്പോൾ കേശുവിന് ഇനി ആദ്യക്കുട്ടനെയും കൂടെ കണ്ടുകൊണ്ട് രണ്ടും കൂടെ ഇനി ഭയങ്കര കളിയായിരിക്കും അവിടെ കിടന്ന്. അങ്ങനെ രണ്ടാളും അവിടെ ഓടിക്കളിയും ബഹളമായിട്ടൊക്കെ നിൽക്കുകയാണ്. ഇനി ഞങ്ങളിതാ ആദ്യം വീട്ടിലോട്ട് പോവുകയാണ്. കാരണം ഇവരും കൂടി ഞങ്ങളെ കൂടെ വരണമുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യമേ അങ്ങ് പോയി. ഇനി ഇവർക്ക് വീടൊക്കെ എല്ലാം പൂട്ടി ബന്ധോസാക്കിയതിനൊക്കെ ശേഷമല്ലേ ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്ക് അതിൻ്റെ പുറകിൽ നിന്ന് അവരും എത്തിയിട്ടുണ്ട്. അങ്ങനെ കേശുവിനാണെങ്കിൽ ഇന്ന് രാവിലെ ഉറക്കെഴുന്നേറ്റ് സമയം തൊട്ട് തുടങ്ങിയതാണ് ഐസ്ക്രീം കൂടി. അവർ വന്നപ്പോഴേക്കും അവരും വാങ്ങിക്കൊണ്ട് വന്നത് ഐസ്ക്രീമൊക്കെ തന്നെയായിരുന്നു. രാവിലെ തൊട്ട് ഐസ്ക്രീം കുടിക്കാനുള്ള കാര്യം വേറൊന്നുമല്ല, അതിൻ്റെ തലേ ദിവസം വൈകുന്നേരം ട്യൂഷൻ പഠിക്കാനായിട്ടിരുന്നപ്പോൾ ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ പറഞ്ഞായിരുന്നു, മോൻ ഇത് ഫുൾ എഴുതി കഴിഞ്ഞാൽ അമ്മ ഐസ്ക്രീം വാങ്ങിത്തരുമെന്ന്. അപ്പോൾ ട്യൂഷൻ ഇറങ്ങിയപ്പോഴേക്ക് നല്ല നേരം അങ്ങ് ഇരുട്ടി. പിന്നെ ഞാനും അങ്ങ് മടിച്ച്. പിറ്റേന്ന് അവനത് മറന്നില്ല. പിറ്റേന്ന് രാവിലെ എണീച്ച സമയം തൊട്ട് ഐസ്ക്രീം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് രാവിലെ പല്ല് പോലും തേക്കാതെ കുടിച്ചത് ഐസ്ക്രീമാണ്. അത് കഴിഞ്ഞിട്ട് സിപ്പപ്പ് വേണമെന്ന് പറഞ്ഞു. സിപ്പപ്പ് ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ റിസൾട്ടിന് നാളെ അറിയാം എന്താണെന്നുള്ളത്. അപ്പോഴേക്കാണ് വൈകുന്നേരം എവരും ഐസ്ക്രീം കൊണ്ടുവന്നത്. അങ്ങനെ കേശു ആദ്യം കണ്ടപ്പോഴേക്ക് അത് അനന്തക്കുട്ട ഉണ്ടാക്കിയ ഒരു ബോളായിരുന്നു. ആ ബോളും കൊണ്ടൊക്കെ ഇറങ്ങി ആളെന്താ പോണതാണ് കണ്ട. ബോൾ കാണിച്ച് വിളിച്ചുകൊണ്ട് പോയി. ഇനി ഭയങ്കര കളിയും ബഹളമായിരിക്കും. 3 കൂടെ കളി തുടങ്ങി. അപ്പോൾ അവരുടെ നേതാവായിട്ട് അനന്തുവിനെ കൂടെ വിട്ടുകൊടുത്തപ്പോൾ അതാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, അനന്തക്കുട്ട അവരെ നോക്കിക്കോളും, അവന്മാർക്ക് ഒരു കൂട്ടുമാകും. അപ്പോൾ നമ്മളിപ്പോൾ പൊങ്കാല ഇടണതിൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കാറെടുത്ത് അടുത്ത വീട്ടിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. എനിക്ക് ആ സ്ഥലത്ത് വേണം പൊങ്കാലയൊക്കെ ഇടാനായിട്ട്. അങ്ങനെ ഇപ്പോൾ അവിടെ സ്ഥലം കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര കളി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അമ്മയൊക്കെ ടി വി കണ്ടുകൊണ്ടിരിക്കും. ടി വി അല്ല, യൂട്യൂബ് ചാനൽ. ഇതുപോലെ ആരുടെയെങ്കിലും വ്ളോഗൊക്കെ കാണാനായിട്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് അമ്മയും അച്ഛനും ഇവിടുത്തെ അമ്മയൊക്കെ അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. പിന്നെ
നമ്മളെല്ലാവരും നാളത്തെ കാര്യങ്ങളും അതൊക്കെ സംസാരിച്ചും പറഞ്ഞുമൊക്കെ എല്ലാവരും കൂടെ ഒത്തുകൂടിയ ദിവസമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പങ്കിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാ കുറേ സമയം കഴിഞ്ഞപ്പോഴേക്ക് അവർ നമ്മളുടെ അടുത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴേക്ക് കേശുവിൻ്റെ കളിപ്പാട്ടം വേണമെന്നും പറഞ്ഞാണ് ആദ്യമവും കരയണത്. കേശു കൊടുക്കുമോ? അവൻ കൊടുക്കുകയുമില്ല. അങ്ങനെ ഞങ്ങൾ എങ്ങനെയെങ്കിലും കൊടുക്കാൻ നോക്കിയപ്പോഴേക്ക് അവരത് വേണ്ട, ആ ശീലം പഠിപ്പിക്കുന്നത് ശരിയല്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ സമ്മതിച്ചില്ല. അങ്ങനെ ഒരു അടിയും ബഹളവും കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയി. എനിക്കിനി ഒരുപാട് ജോലികൾ ഇനിയും ഉണ്ട്. അപ്പോൾ ഇന്ന് മൊത്തം തൂക്കലും തുടയ്ക്കലും ഒക്കെ തന്നെ ആയിരുന്നു. നാളെ പൊങ്കാലയല്ലേ അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇനി മൊത്തം തൂത്തൊക്കെ ഒന്ന് ഒതുക്കണം. അതിനുശേഷം അവിടെ ഒന്ന് കഴുകിയൊക്കെ ഇറക്കണം. അപ്പോൾ പൊങ്കാല ഇടുമ്പോഴേക്കുള്ള എൻ്റെ ഏറ്റവും മുന്നിലുള്ള വെല്ലുവിളി എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് കൊതുമ്പ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുത്തുള്ളൊരു ആൻറ്റി വിളിച്ച് പറയുമ്പോഴേക്കും അവർ കൊണ്ടുവരും. ഇടയ്ക്ക് എനിക്കൊരു ദിവസം ചിലപ്പോൾ അവരുടെ കയ്യിൽ കണ്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെ ഞാൻ അപ്പുറം ഇപ്പുറമൊക്കെ ചോദിച്ചിട്ട് ഒരിടത്തുനിന്ന് കൊതുമ്പ് കിട്ടിയില്ല. അങ്ങനെ ലാസ്റ്റ് ആൻറ്റീനെ വിളിച്ച് പറഞ്ഞപ്പോഴേക്ക് അവർ മരുത്തോമല പോകാനായിട്ടൊക്കെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ തീർത്ഥാടനം നടക്കുകയല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ആൾ എന്തായാലും എനിക്ക് പൊങ്കാല ഇടാനെന്ന് പറഞ്ഞതുകൊണ്ട് ഓടിപ്പിടച്ച് എനിക്ക് ആ എന്തോന്ന് കൊതുമ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നായിരുന്നു. അപ്പോൾ ഇനി മൊത്തത്തിലൊന്ന് തൂത്തൊക്കെ വാരി അവിടെ ഒന്ന് തീയൊക്കെ ഇട്ട് എല്ലായിടവും വൃത്തിയും ശുദ്ധിയൊക്കെ ആക്കി എടുക്കണം. അപ്പോൾ കേശുവിന് ഭയങ്കര സന്തോഷം. ഞാൻ ഇങ്ങനെ പുറത്ത് തൂത്തുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴേക്ക് ആൾക്ക് അവിടെ കിടന്നൊന്ന് മറിയാമല്ലോ. അങ്ങനെ ആനന്ദവും കേശുവും കൂടെ വീണ്ടും അവിടെ ചാടി ഇറങ്ങിയിരിക്കുകയാണ് കളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ കേശുവിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ 24 മണിക്കൂർ അവൻ വെള്ളത്തിൽ കളിയാണ്. എപ്പോൾ നോക്കിയാലും വെള്ളത്തിൽ കളിയാണ്. അധികം തലയിലൊന്നും വീഴാറില്ല, എന്നാലും ഇങ്ങനെ വെള്ളത്തിൽ കളിച്ച് അങ്ങ് നടക്കുകയാണ്. തലയിൽ ഒഴിക്കൂല, അത് അവന് അറിയാം. അപ്പോൾ പിന്നെ ഞാൻ കുറേ പ്രാവശ്യമൊന്നും അങ്ങ് ക്ഷമിക്കാം, പോട്ടെ കുറച്ച് സമയം കളിക്കട്ടെ എന്ന് വിചാരിക്കും. അതിൽ കൂടുമ്പോഴത്തേക്കാണ് എൻ്റെ നടിയും വാങ്ങിക്കൊണ്ട് പോണത്. പിന്നെ എന്ത് ജോലി ചെയ്താലും വാലുപോലെ കണ്ടോളെ എൻ്റെ കൂടെ നിൽക്കും എല്ലാ കാര്യവും ചെയ്യാനായിട്ട്. ഇങ്ങനെ എൻ്റെ കൂടെ നിന്നിട്ട് പറയണമുണ്ട്, അമ്മേ ഞാനാണ് അമ്മയെ സഹായിക്കേണ്ടത്, അച്ഛൻ അവിടെ ഇരിപ്പുണ്ടെന്നൊക്കെ. അച്ഛൻ വരണില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ എല്ലാ തൂത്തുവാരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴുകലും എല്ലാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുപ്പും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം രാത്രി കിടക്കാനായിട്ട് പോവാൻ. അങ്ങനെ ചുടുകല്ലൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കാരണം ചുടുകല്ലിൽ അടുക്കി വെച്ചിട്ടുണ്ട്, ഫുള്ള് മണ്ണോ അതൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചുടുകല്ലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി. പിന്നെ ടൈലിട്ടിരിക്കുകയല്ലേ, തറയോടൊക്കെ ഇട്ടിരിക്കണോണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് അതിൽ വെച്ച് തീ കത്തിക്കുന്ന സമയത്ത് അത് പൊട്ടാനായിട്ടൊക്കെ സാധ്യതയുണ്ടല്ലോ. അപ്പം ഞാൻ എപ്പോഴും ഇതുപോലെ ഒരു ടൈലിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് ഇതേപോലെ അടുപ്പൊക്കെ കൂട്ടി സെറ്റാക്കിയൊക്കെ ഇടണത്. അപ്പോൾ അധികം ചൂട് താഴോട്ട് അടിക്കില്ലല്ലോ. പിന്നെ എപ്പോഴും ഞാനിങ്ങനെ 2 കല്ല് വെച്ചാണ് പൊങ്കാലയ്ക്ക് അടുപ്പ് കൂട്ടണത്. അതിന് അമ്പലത്തിൽ പോയാൽ ഞാൻ മാക്സിമം ഇതേപോലെ ഈ ഒരു 6 കല്ല് സംഘടിപ്പിക്കാനായിട്ട് നോക്കും. അപ്പോഴേക്ക് കുറച്ച് ഹൈറ്റ് കിട്ടുമല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് തീ കത്തിച്ച് കൊടുക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റ് കുറയുമ്പോഴേക്കും കൊതുമ്പൊക്കെ അങ്ങ് വെക്കാനായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. അങ്ങനെ അടുപ്പെല്ലാം സെറ്റാക്കി കൊതുമ്പും ചൂട്ടും എല്ലാം എടുത്ത് അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ ഉറങ്ങാനായിട്ട് പോയത്. പിറ്റേന്ന് അതിരാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. 5 മണി ആയപ്പോഴേക്ക് 5 അല്ല 4:45 ആയപ്പോഴത്തേക്ക് ഉണർന്നിട്ട് ബാക്കി എല്ലാ റൂമൊക്കെ ഞാൻ തൂത്ത് തുടച്ചൊക്കെ ഇട്ടായിരുന്നു. ഹാള് മാത്രം ഒന്നും ചെയ്തില്ല. അപ്പോൾ ഹാളെല്ലാം ഇന്ന് രാവിലെയാണ് തൂത്തൊക്കെ തുടച്ചൊക്കെ ഇട്ടത്. പിന്നെ മുറ്റമൊക്കെ അടിച്ച് വാരി ചാണകവെള്ളമൊക്കെ തളിച്ച് എല്ലാമൊക്കെ സെറ്റാക്കി. ഇനി വിളക്കെല്ലാം തേച്ചുകൊണ്ട് വന്ന് വിളക്കിനി കത്തിക്കണം. അപ്പോൾ വിളക്കും ഞാൻ തലേ ദിവസം രാത്രി തന്നെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നത്തെ ദിവസം ആകെപ്പാടെ ഒരു ഇതായിരിക്കുമല്ലോ. അതുകൊണ്ട് തലേ ദിവസമേ തേച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇനി പൊങ്കാല ഇടാനായിട്ട് പോവാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ മകരസംക്രാന്തി എന്ന് പറയുമ്പോൾ ക്രാന്തി എന്ന് പറയുമ്പോഴേ മാറ്റമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സൂര്യൻ രാശി മാറുന്ന ദിവസം കൂടെയല്ലേ, ഒരുപാട് നന്മകൾ വരുന്ന മാസമാണ്. മാസങ്ങളിൽ തന്നെ ഏറ്റവും വിശേഷപ്പെട്ടത് മകരമാസം എന്നാണ് പറയണത്. അതുപോലെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് മാസങ്ങളിൽ ഞാൻ മകരമാസമാണെന്ന്. അപ്പോൾ അത്രയും പ്രത്യേകതയും അത്രയും എന്തോന്ന് പറയാനായിട്ട് ഒരു ഐശ്വര്യമുള്ള ഒരു മാസമാണ് മകരമാസം. അപ്പോൾ ഇനി
നമ്മളിപ്പോൾ ഈ പൊങ്കലും കാര്യങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നമുക്കിത് ഒരുപാട് പ്രാധാന്യം ഉണ്ടെങ്കിലും തമിഴ്നാട്ടിലാണല്ലോ ഈ പൊങ്കലും കാര്യങ്ങളൊക്കെ ഒരുപാട് ആഘോഷിക്കുന്നത്. അപ്പോൾ മകരമാസം 1-ാം തീയതി അവർ മകരപ്പൊങ്കലാണ് ആഘോഷിക്കുന്നത്. മകരമാസം 2-ാം തീയതി ആകുമ്പോൾ അത് മാട്ടുപൊങ്കലാവും. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ട്രഡീഷണൽ രീതിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു തമിഴ് ഫാമിലി ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അവളോട് ചോദിച്ചപ്പോഴും അവളാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാനിങ്ങനെ അവൾ പറഞ്ഞ രീതിയിലൊക്കെ എന്നാൽ കഴിയണ രീതിയിൽ ഒരു കോലമൊക്കെ ഇട്ടിട്ടുണ്ട്. കോലമൊന്നും ശരിയായില്ല. കോലപ്പൊടി വാങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷെ മറന്നുപോയി. കടയിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയപ്പോഴേക്ക് നമ്മുടെ ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൽ കോലപ്പൊടി വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ രാവിലെ കുറച്ച് പച്ചരി എടുത്ത് പൊടിച്ച് ട്രഡീഷണലായിട്ട് തന്നെ അങ്ങ് കോല ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ പച്ചരിയൊക്കെ പൊടിച്ച് കോലമൊക്കെ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ കോലം ഇട്ടാൽ ഒന്നും ശരിയായില്ല, പക്ഷെ ചെറിയൊരു ഡിസൈനൊക്കെ നോക്കിയിട്ട് എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ ഒരു കോലം അങ്ങിടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു പ്രവൃത്തി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുവിധം കോലമൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊരു കോലമായി, എന്നാലും പ്രശ്നമില്ല. നമുക്ക് ആ ഒരു സങ്കല്പിച്ച് ചെയ്യാൻ പറ്റിയല്ലോ, അത് തന്നെ സന്തോഷം. പിന്നെ ഇത് അടുപ്പൊക്കെ ഒന്ന് അലങ്കരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഈ പറയും പോലെ കുങ്കുമവും കൂടെയൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ച് ചെന്നപ്പോഴേക്കും എല്ലാം മറന്നുപോയി. അപ്പോൾ കുങ്കുമം മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ചിട്ട് മൊത്തത്തിൽ അതൊക്കെ ഒന്ന് അലങ്കരിക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്, ഒന്നും നടന്നില്ല. അങ്ങനെ കലമൊക്കെ കുറച്ചൊന്ന് അലങ്കരിച്ച് അടുപ്പൊക്കെ ഒന്ന് അലങ്കരിച്ച് ചെറിയൊരു കോലമൊക്കെ വരച്ചതിന് ശേഷം ഇനി നമ്മൾ പടുക്ക ഇടണമല്ലോ. പടുക്ക ഇട്ടിട്ട് വേണ്ടി പൊങ്കാല ഇടാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ഭഗവാനെ സങ്കല്പിച്ചാണ് ഇന്നത്തെ പൊങ്കാലയൊക്കെ ഇടേണ്ടത്. അങ്ങനെ പടുക്കയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ പടുക്ക ഇടുമ്പോഴേക്ക് അവിൽ, മലര്, കൽക്കണ്ട്, മുന്തിരി, പഴം ഇതൊക്കെ വെച്ചിട്ടാണല്ലോ പടുക്ക ഇടണത്. അങ്ങനെ അതൊക്കെ ചെയ്ത് ഇനി ഗണപതി ഭഗവാനെ ഒന്ന് ഇരുത്തണം അവിടെ. അപ്പോൾ അത് മഞ്ഞൾപ്പൊടിയിലാണ് ഗണപതിയെ ഉണ്ടാക്കാനായിട്ട് പോണത്. പണ്ട് പാർവതി ദേവി മഞ്ഞൾപ്പൊടി കുഴച്ചിട്ടാണ് ഗണപതി രൂപം ഉണ്ടാക്കി അതിന് ജീവൻ കൊടുത്ത് ഗണപതി ഭഗവാൻ ആയതെന്നാണ് ഐതിഹ്യം. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയിൽ ഗണപതിയുടെ ഒരു രൂപം, ഒരു സങ്കല്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു കവർ മഞ്ഞൾപ്പൊടിയൊക്കെ പൊടിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് നനയ്ക്കുമല്ലോ, ആ ഒരു രീതിയിൽ വേണം ഒന്ന് മാവൊക്കെ ഒന്ന് മാവല്ല മഞ്ഞൾപ്പൊടി നനച്ചെടുക്കാനായിട്ട്. പിന്നെ വേണമെങ്കിൽ നമ്മൾ സാധാരണ ചാണകത്തിലേക്ക് ഗണപതി രൂപം വയ്ക്കുമ്പോഴേക്കും ഒന്ന് ഉണ്ട ഉരുട്ടി വയ്ക്കുകയല്ലേ ചെയ്യണത്. ഞാനിപ്പോൾ ചെറിയൊരു രൂപം പോലെ ആക്കാനായിട്ടൊന്ന് ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം ആ ഒരു രൂപം വന്ന് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇത് കണ്ട ഉടനെ ചേട്ടനും പറഞ്ഞത് ഗണപതിയല്ലേ, പക്ഷേ ഗണപതിയുടെ ഒരു രൂപം വന്ന് കേട്ടോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും ഒരു സമാധാനം. ഞാൻ ആ ഒരു രൂപം ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്കി നോക്കിയതാണ്. അപ്പോൾ ആളിങ്ങോട്ട് അങ്ങനെ പറഞ്ഞപ്പോഴേക്ക് നമുക്ക് ഒരു സന്തോഷം. നമ്മൾ വിചാരിച്ചത് വേറൊരാൾക്ക് മനസ്സിലാകുമ്പോൾ ആണല്ലോ ആ ഒരു പ്രവൃത്തിക്കൊരു പൂർണ്ണത വരണത്. അപ്പോൾ ഞങ്ങൾക്ക് മാത്രം, ഞാൻ ആ ഗണപതിനെയാണ് ഉണ്ടാക്കിയതെന്ന് എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് കാണുമ്പോഴേക്കും അത് തോന്നും. പക്ഷെ വേറൊരാൾ പറഞ്ഞാൽ മാത്രമല്ലേ ആ പ്രവൃത്തി കറക്റ്റായി എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഗണപതി ഫുൾ രൂപമൊന്നല്ല, ഒരു ഔട്ട്ലൈൻ രീതിയിലൊന്നും ഉണ്ടാക്കി വെച്ച് ഇനി അത് നമ്മൾ കോലമൊക്കെ വരച്ചില്ലേ അതിൻ്റെ മുന്നിലായിട്ട് ഗണപതിനെ ഒന്ന് പ്രതിഷ്ഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഭഗവാനെ സാക്ഷി നിർത്തിയിട്ട് വേണം സൂര്യഭഗവാനായിട്ട് ആദിത്യനായിട്ട് പൊങ്കാല ഇട്ട് തുടങ്ങാൻ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ അതിരാവിലെ എഴുന്നേറ്റ കാര്യം ഇതൊക്കെയാണ്. ഒരുപാട് കാര്യങ്ങൾ പൊങ്കാല ഇടണതിന് മുന്നേ ചെയ്തു തീർക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനി വേണം പൊങ്കാല അടുപ്പ് കത്തിക്കാനായിട്ട്. അതിനു മുന്നേ ഞാൻ കോലത്തിൻ്റെ നടുക്കായിട്ട് ഒരു ഇടിഞ്ഞില്ലൊരു വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിളക്കെടുത്ത് പുറത്ത് വെക്കാനായിട്ട് പറ്റില്ല, കാരണം ഞാൻ അകത്ത് നമ്മളെന്ന് വിളക്ക് കത്തിക്കണെടുത്ത് വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കൊതുമ്പൊക്കെ ഇട്ട് ഇനി അതിലേക്ക് കർപ്പൂരം ഇടും, എന്നാൽ മാത്രമേ പെട്ടെന്ന് കത്തിക്കയറുള്ളൂ. അപ്പോൾ കുറച്ച് കർപ്പൂരമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കോലത്തിൻ്റെ നടുക്ക് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കിൽ നിന്നാണ് ദീപം പകർന്ന് ഇനി പൊങ്കാല അടുപ്പ് കത്തിക്കാനായിട്ട് പോണത്. അങ്ങനെ ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ പൊങ്കാലയാണിത്. ഇനി അങ്ങോട്ട് പൊങ്കാലകളുടെ മാസമല്ലേ, അടുത്ത മാസം പനേരമൂട്ടിലെ പൊങ്കാലയാണ്. അന്ന് തന്നെയാണ് ആറ്റുകാൽ പൊങ്കാലയും. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ അതേ ദിവസമാണ് ഞങ്ങളുടെ പനേരമൂട്ടിലെ പൊങ്കാല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുവരെ ആറ്റുകാൽ പൊങ്കാല ഇടാനായിട്ട് പോയിട്ടില്ല. നമ്മുടെ വീടിൻ്റെ നടയിലൊക്കെ ഈ താഴോട്ട് ഇറങ്ങി അവിടെയൊക്കെ ഇപ്പോൾ പൊങ്കാലകളുണ്ട്. പക്ഷേ പനയുടെ മൂട്ടിലെ അമ്മയുടെ അവിടുത്തെ പൊങ്കാല കളഞ്ഞിട്ട് പോകാനായിട്ടൊരു മടി കാരണമാണ് പോവാത്തത്.
പിന്നെ ഒരു കണക്കിന് നോക്കിയാൽ ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യം അറിയാമല്ലോ. ആറ്റുകാൽ അമ്പലത്തിൻ്റെ പരിസരത്ത് പോലും അങ്ങോട്ട് എത്താനായിട്ട് പറ്റില്ല. എവിടെയൊക്കെയാണോ ആൾക്കാർ കാണുന്നത് ആ വണ്ടിയിലേക്ക് വരണവർ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഇരുന്നിരുന്ന് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ താഴെ വരെ ആയിട്ടുണ്ട് പൊങ്കാല ഏകദേശം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നാണ് പൊങ്കാല ഇടേണ്ടത്. അപ്പോൾ അതിനേക്കാളും നമ്മൾ പനേരമൂട്ടിൽ തന്നെ പൊങ്കാല ഇടുമ്പോഴേക്ക് എല്ലാ ദൈവങ്ങളെയും അപ്പോൾ ആറ്റുകാൽ അമ്മേനെയും പനേരമൂട്ടിലെ അമ്മേനെയും എല്ലാവരും സങ്കല്പിച്ചാണല്ലോ ഇടണത്. അങ്ങനെ ഇതാ പൊങ്കാല അടുപ്പൊക്കെ കത്തിച്ച് ഇനി അരി കഴുകി അടുപ്പത്തിടണം. അതാണ് അടുത്ത ചടങ്ങ്. നമ്മൾ ഈ പൊങ്കാല അടുപ്പിൽ അരി ഇടുന്നതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 വെള്ളം കഴുകി കളഞ്ഞിട്ട് 3ാമത്തെ വെള്ളം കഴുകി ആ വെള്ളത്തോടു കൂടി വേണം നമ്മൾ പൊങ്കാല അടുപ്പിലേക്ക് പൊങ്കാല കലത്തിലേക്ക് അരി ഇടാനെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി അതൊക്കെ അതേപോലെ തന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഏത് രീതിയിലാണോ പറയണത് അതേപോലെ തന്നെ ചെയ്യാനാണ് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതാ നമ്മൾ പൊങ്കാല അരിയൊക്കെ കഴുകി എടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. അതിനിങ്ങനെ 3 വട്ടം ചുറ്റിച്ചാണ് അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 കൈ കൊണ്ടും അരി ഒന്ന് വാരിയെടുക്കും. വാരിയെടുത്തിട്ട് ഭഗവാനെ നോക്കി പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങളുടെ പൊങ്കാല സ്വീകരിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് പൊങ്കാലയിട്ട് തീരണത് വരെ ഒരു അനിഷ്ടങ്ങൾ സംഭവിക്കില്ല എന്നൊക്കെയുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് 3 വട്ടം ചുറ്റിച്ച് പൊങ്കാല കലത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് അമ്മ എണീറ്റ് അവിടെ വന്ന് ഇരിപ്പുണ്ട്, ഞാൻ പൊങ്കാല ഇടുന്നതൊക്കെ നോക്കിക്കൊണ്ട്. പിന്നെ ഇതാ ഗണപതി ഭഗവാൻ ഇരുന്ന് കാണുന്നുണ്ട്. പൊങ്കാല ഒരു വിഘ്നങ്ങളും വരാതെ ഭഗവാൻ നോക്കി ഇരിക്കണമുണ്ട് അവിടെ. അങ്ങനെ ദാ എൻ്റെ പൊങ്കാല തിളച്ച് വന്നിരിക്കുകയാണ്. പൊങ്കാല തിളച്ചിട്ട് കിഴക്കോട്ടാണ് തൂകേണ്ടത്. അപ്പോൾ എപ്പോഴും ടെൻഷനാണ് ഇങ്ങനെ പൊങ്കാല തിളച്ച് വരുമ്പോഴേക്ക്. ഇപ്പോൾ ആൾക്കാരൊക്കെ പറയാറുണ്ട് കല ഒന്ന് കിഴക്കോട്ടൊരല്പം ചരിച്ച് വെച്ചാൽ മതി, അപ്പോൾ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ എന്ന്. പക്ഷേ എനിക്ക് അതിൽ വലിയ താല്പര്യമില്ല. കാരണം നമ്മൾ അങ്ങനെ ആ ഭാഗത്തോട്ട് ചരിച്ച് വെച്ചിട്ട് നമ്മളെ നിർബന്ധിച്ച് അതിനെ അങ്ങോട്ട് ചാടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അല്ലാണ്ട് തന്നെ പൊങ്ങി എങ്ങോട്ടാണ് കളയണത്. അപ്പോൾ അത് സാധാരണ രീതിയിൽ അരി തിളച്ച് പൊങ്ങി കിഴക്കോട്ട് തന്നെ അതിങ്ങനെ ഒന്ന് കളയുമ്പോഴേക്ക് ഒന്ന് തൂകുമ്പോഴേക്ക് ഭയങ്കര ഒരു സമാധാനമാണ്. ഈശ്വര, നമ്മൾ ഈ പൊങ്കാല ഭഗവാൻ ഏറ്റെടുത്തല്ലോ, ദേവിയായിരുന്നാലും നമ്മൾ ആർക്കാണോ പൊങ്കാല സമർപ്പിക്കുന്നത് അവരാ പൊങ്കാല സ്വീകരിച്ചല്ലോ ഒരു സംതൃപ്തി നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും ചരിച്ചൊന്നും വെക്കാതിരിക്കണതാണ് നല്ലത്. എന്തായാലും സൂര്യഭഗവാൻ ഉദിച്ച് വന്നപ്പോഴേക്ക് അങ്ങോട്ട് തന്നെയാണ് എൻ്റെ പൊങ്കാല തിളച്ച് തൂകിയത്. അതും ഒരു വലിയ സമാധാനം. ഇല്ലെങ്കിൽ പിന്നെ ഒരു മനസ്സിലൊരു സമാധാനക്കേടാണ് അതാലോചിച്ചിട്ട്. അപ്പം നമ്മൾ പൊങ്കാല സമർപ്പിക്കേണ്ടത് സൂര്യ ഉദിച്ച് വരുമ്പോഴേക്കും നമ്മൾ പൊങ്കാലയിട്ട് ഭഗവാന് നേദിക്കണം. അതാണ് ചടങ്ങ്. അങ്ങനെ ഇതാ പുള്ളിക്കാരെ ഉദിച്ച് വരണുണ്ട്. അപ്പോൾ ഇന്ന് തൊട്ട് രാശി മാറ്റുമെന്നല്ലേ പറയണത്. ഉദയത്തിലൊക്കെ ഒരുപാട് മാറ്റം വരുമെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അതാണ് ഈ സംക്രാന്തി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പൊങ്കാലയൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിതാ ഒരു പാത്രത്തിലല്ല, ഒരു വാഴയിലയിലേക്ക് പകർന്നിട്ടുണ്ട്. ഇനി ഇത് ഭഗവാന് വെച്ചു കൊടുക്കണം. അതാണ് ഭഗവാന് ഞാനിപ്പോൾ നേദിച്ചിട്ടുണ്ട്. നേദിച്ച് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ നമ്മുടെ ഈ വർഷം ഈ മകരമാസം 1-ാം തീയതി മുതൽ അങ്ങോട്ടും എല്ലാം ഇതുവരെ തന്ന നന്മകളും കാര്യങ്ങളൊക്കെ തുടർന്നും തരണേന്നും ഒരാപത്തും കൂടാതെയൊക്കെ നമ്മളെ കാക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഭഗവാന് നേദിച്ചിട്ടുണ്ട്. അപ്പോൾ പൊങ്കാലയ്ക്ക് ഇട്ട് നേദിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഇങ്ങോട്ടാണ് വന്നത്. കാരണം ഇന്ന് 1-ാം തീയതി അച്ഛനും അമ്മയ്ക്ക് ഈ വീട്ടിലോട്ട് കയറയാണ്, പാലൊക്കെ കാച്ചിയിട്ട്. അപ്പോൾ തിങ്കളാഴ്ച ദിവസമല്ലേ, 7:30 തൊട്ട് 9 മണി വരെ രാഹുകാലമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ 7:30 മുന്നേ തന്നെ പാലൊക്കെ കാച്ചിയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അത് കഴിഞ്ഞതിന് ശേഷമല്ലേ ഇങ്ങോട്ട് വരെ പൊങ്കാലയ്ക്ക് ഇടാനുണ്ട്, അമ്പലത്തിലൊക്കെ പോകണം. 1-ാം തീയതിയല്ലേ, അങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോയതിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നത്. അപ്പോഴേക്ക് അമ്മ ഞങ്ങൾക്കായിട്ട് ചായ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചായ അടുപ്പിലാണ് ചായ ഇട്ടത്, കാരണം ഗ്യാസ് അടുപ്പൊന്നും കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ അവിടെ ചായയൊക്കെ ഇട്ടത് ഇവരൊക്കെ എല്ലാവരും ഇവിടുത്തെ അമ്മയും കാര്യങ്ങളും എല്ലാവരും ചേച്ചിയൊക്കെ ഇന്നാണ് വീട് കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ വീട്. പക്ഷേ വീട്ടിൽ വന്ന് കണ്ടിട്ടില്ല നമുക്ക്, അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ വീട് എടുക്കണ എല്ലാം ശരി തന്നെയാണ്. എനിക്കിതാ ഈ അടുക്കളയും എന്തോ മൊത്തത്തിലേക്ക് ഭയങ്കര ഇഷ്ടവും ഭയങ്കര സന്തോഷവും. നമ്മൾ ആ പഴയ വീട് തിരിച്ചു കിട്ടിയ പോലെയൊക്കെയാണ് തോന്നണത്. ഇങ്ങനൊരു ഓടിട്ട നല്ലൊരു വീട്ടിലായിരുന്നു. നല്ല വീടെന്ന് വെച്ചാൽ ഒരുപാട് മുറികളും കാര്യങ്ങളും, ഭയങ്കര വലിയ വീടെന്നല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ആ ഒരു കുഞ്ഞു വീട്ടിൽ ആ ഒരു വീട് അതേപോലെ തിരിച്ചു കിട്ടിയ പോലെ ഒരു തോന്നൽ.
അപ്പോൾ അത് അവിടെ ഒരു അമ്മിക്കല്ല് കിടപ്പുണ്ട്, പുറത്തും ഒരു അമ്മിക്കല്ലുണ്ട്, ഒരു ഉരലുണ്ട്. കേശു ഇതുവരെ ഉരൽ കണ്ടിട്ടില്ലായിരുന്നു, അപ്പോൾ ഇപ്പോഴാണ് കാണിച്ചു കൊടുത്തത്. കൃഷ്ണനെ കെട്ടിയിട്ട ഉരൽ ഇതാണെന്ന് പറഞ്ഞപ്പോൾ കേശുവിന് ഭയങ്കര സന്തോഷം അത് കണ്ടപ്പോഴേക്ക്. പിന്നെ ഇതാ ഈ വീടിൻ്റെ ചുറ്റും ഇല്ലാത്ത മരങ്ങളൊന്നും ഇല്ലെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ മൊത്തത്തിൽ പിള്ളേർക്കൊക്കെ കണ്ടപ്പോഴേക്കും അവർക്ക് വലിയ ഇഷ്ടമായി. അവരും ഇതുപോലുള്ള ഒരു വീടും കാര്യങ്ങളൊന്നും അവരും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അതാ ഈ കാണുന്നത്, ഈ ഒരു മരമായിട്ട് കാണുന്നത് ഒരു കൂവളമാണ്. അതിൽ നിറച്ച് കായൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. നമ്മളിങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ എന്തോന്ന് കണ്ണീർ ദോഷം മാറാനായിട്ടൊക്കെ ഒരു കോലവും അതൊക്കെ വാങ്ങിച്ചിടാറില്ലേ, അപ്പോൾ അതിൽ കെട്ടിയിട്ടിരിക്കുന്നത് ഈ കൂവളത്തിൻ്റെ കായാണ്. അപ്പോൾ അതങ്ങനെ നെഗറ്റീവ് എനർജീനെയൊക്കെ ഒന്ന് തടഞ്ഞു നിർത്താനായിട്ട് ഈ കൂവളത്തിൻ്റെ ആ കായ്ക്ക് കഴിവുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കേശു അവിടെ ചെന്നാൽ പിന്നെ ഭയങ്കര ഓട്ടമാണ്. അവന് പിന്നെ ഒരുപാട് സ്ഥലമുണ്ടല്ലോ, അവൻ്റെ പിറകെ ഓടാൻ മാത്രമേ സമയമുള്ളൂ. ഒന്നാമത് കേശുവിന് ഇങ്ങനെ ചെറിയ കല്ലിലൊക്കെ നടന്നുള്ള പരിചയവും കുറവാണ്. അവിടെ ഓട്ടം ഇവിടെ ഓട്ടം, ഒരു മേളത്തിൽ നിൽക്കുകയാണ്. പിന്നെ ഇതാ അശോക പൂ നിൽപ്പുണ്ടായിരുന്നു. കുറേ നാളായി അശോകത്തിറ്റ് കണ്ടിട്ട്. അങ്ങനെ അശോക പൂവൊക്കെ നിറച്ച് പൂത്ത് കിടപ്പുണ്ട്. പണ്ട് അമ്മ ഇങ്ങനെ അശോകത്തിറ്റ് മിക്കവാറും എണ്ണ കാച്ചിയിട്ട് നമുക്കിങ്ങനെ ദേഹത്തൊക്കെ തേച്ച് തരുമായിരുന്നു. അപ്പോൾ ഇതാ ചേട്ടൻ ഇവിടെ അടുക്കള സൈഡ് ബാക്ക് പുറകെ സൈഡ് ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ആ പടിയിലിരിക്കുകയാണ് ആളും. അപ്പോൾ പിന്നെ ആ പടിയിലിരുന്ന് നേരെ നോക്കണത് ഞങ്ങളുടെ വീടാണ്. ഇതൊക്കെ കണ്ടില്ലേ, ആ കാണുന്നത് ആ ഒരു യെല്ലോ കളറിൽ കണ്ടില്ലേ, അത് ഞങ്ങളുടെ വീടിൻ്റെ മുകൾ ഭാഗമാണ്. അപ്പോൾ ഇത്ര ദൂരേ ഉള്ളൂ ഞങ്ങളെ വീടും ഇതുമായിട്ട്. ഇന്ന് പാലൊക്കെ കാച്ചി എങ്കിലും കുറച്ച് ദിവസം എടുക്കും ഇങ്ങോട്ട് അവർ പൂർണ്ണമായിട്ടും താമസം മാറാനായിട്ട്. ഉടനടി എല്ലാം എടുത്തുകൊണ്ട് ഇങ്ങ് വരാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ സാധനങ്ങളൊക്കെ കുറേശ്ശായിട്ടൊക്കെ മാറ്റണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് അവിടെ ഒരു മൂട് പുളി ഉണ്ടായിരുന്നു. അനന്തു ചെന്ന ഉടനെ പുളി എറിയാനായിട്ട് തുടങ്ങി. 2 മൂട് പുളി നിൽപ്പുണ്ട്, 2 നിറയെ കാച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു പുളി കൊണ്ടുവന്ന് കേശുവിനെ കാണിക്കേണ്ടതാണ്. കേശു ഇതുവരെ ഇങ്ങനത്തെ ഒരു പുളി കണ്ടിട്ടില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ പുളിയല്ലേ വീട്ടിലേക്ക് അരയ്ക്കാനൊക്കെ എടുക്കുന്നത്, കറിക്കൊക്കെ ആയിട്ടാലും. ഇതാണ് ഉരൽ. അപ്പോൾ ഉരലിൻ്റെ ബാക്കിലാണ് ഈ ഒരു പുളി നിൽക്കണത്. അപ്പോൾ കേശുവിന് ഭയങ്കര ഇഷ്ടം. ഇതാണോ പുളി, ഇതല്ല പുളി എന്നാണ് കേശു അത് കണ്ടിട്ട് പറയണത്. അപ്പോൾ അനന്തു അങ്ങനെ കല്ലൊക്കെ എറിഞ്ഞിട്ട് കുറേ പുളിയൊക്കെ അവൻ തള്ളിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മൂട് കാരമരം നിൽപ്പുണ്ടായിരുന്നു. അതിൽ നിറച്ച് കാരയ്ക്ക് കാച്ച് കിടക്കുകയാണ്. പക്ഷെ ഒന്നും പാകമൊന്നും ആയില്ല. പാകമായില്ലെന്ന് പറഞ്ഞാൽ ഈ പഴുത്ത കാരയ്ക്ക് തിന്നാനായിട്ട് അത്ര രസമില്ലല്ലോ. ഈ നല്ല വിളഞ്ഞ കാരയ്ക്ക് ഉപ്പിലിട്ടും അച്ചാറിട്ടും കഴിക്കണം, അതാണ് ടേസ്റ്റ്. അങ്ങനെ കാരയ്ക്ക കണ്ട് സഹിക്ക് ഇട്ടിട്ട് ഞാനും നന്ദുകൊണ്ടിക്ക് കുറേ കാരയ്ക്കൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അതിനെ കൊണ്ട് ഉപ്പിലിടണം. പക്ഷെ കറ പോലും മാറിയിട്ടില്ല, കുറച്ചും കൂടെ ഒന്ന് വലുതാവണം. ഇപ്പം തന്നെ കണ്ടില്ല, അത്ര കുഞ്ഞൻ കാരയ്ക്കയാണ്. എന്നാലും ഒരു സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ് കുറേ കാരയ്ക്കൊക്കെ പറിച്ചെടുത്തത്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, കാരയ്ക്ക, മാങ്ങ, ചക്ക, അതുപോലെ തന്നെ പുളിയൊക്കെ ഇങ്ങനെ നിറയെ കാച്ച് കിടക്കണം, നെല്ലിക്ക കാച്ച് കിടക്കണം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ കൺട്രോൾ പോകും. സത്യത്തിൽ എനിക്കങ്ങ് എന്തോ ഭയങ്കര സന്തോഷവുമാണ്. അത് മൊത്തം പറിച്ചെടുക്കണമെന്നല്ല, അത് കാണാൻ തന്നെ എനിക്കങ്ങ് നമ്മളിങ്ങനെ മതി മറന്നു പോകുമെന്നൊക്കെ പറയൂല്ലേ, അതുപോലൊരവസ്ഥയാണ് എനിക്ക്. മിക്കവാറും ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടണതും ഇതിനാണ്. ഞാൻ ചിലപ്പോൾ കേശ് നിൽക്കണമെന്ന് പോലും മറന്നു. ഇതിൻ്റെ പിറകെ അങ്ങ് ആയിപ്പോവും ഇതൊക്കെ കാണുമ്പോഴേക്ക്. അങ്ങനെ അനന്തം അവിടെ ഇതുവരെയും പുളി എറിഞ്ഞ് മതിയായിട്ടില്ല, ആള് പുളി എറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ കുറച്ച് കാരയ്ക്ക അങ്ങനെ ഷോളിലൊക്കെ കെട്ടിയിട്ടും കൊണ്ട് ഇനി നേരെ വീട്ടിലോട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വൃന്ദാവനത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വന്നിട്ട് നമ്മൾ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും 1-ാം തീയതി ആയിരുന്നാലും വാവായിരുന്നാലും വിഷു ആയിരുന്നാലും ഓണമായിരുന്നാലും എന്ത് വിശേഷ ദിവസം വന്നാലും ഞങ്ങൾ രാവിലെ ഇഡ്ഡലി സാമ്പാറും വടയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ന് പിന്നെ വട ഇവിടെ ഉണ്ടാക്കിയില്ല, കാരണം അവിടെ ചെന്നപ്പോഴേക്ക് അച്ഛൻ വടയും കേക്കും ഒക്കെ ആയിരുന്നു വാങ്ങിച്ച് വെച്ചിരുന്നത് ചായയുടെ കൂടെ തരാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് വടയൊക്കെ കഴിച്ചിട്ട് ബാലൻസ് വടയും കൊണ്ടാണ് നേരെ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ ഇനി ഇഡ്ഡലിയും സാമ്പാറും വടയും പഴവും ഒക്കെയാണ് ഇപ്പോൾ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടന് ഇനിയിപ്പോൾ ഷോപ്പിൽ പോകണം. അപ്പോൾ പുള്ളിക്കാരൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇനി ഷോപ്പിൽ പോകണം. പിന്നെ ഇന്ന് 1-ാം തീയതിയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമല്ലേ. അപ്പോൾ പൊങ്കാലയൊക്കെ ഇട്ട് ഇനി പൊങ്കാലകൾ നമ്മൾ അപ്പുറം ഇപ്പുറം അയൽപക്കത്തൊക്കെ വീടുകളിലൊക്കെ കൊടുക്കണ്ടേ. ഇന്നിപ്പോൾ വേറെ ആരും അങ്ങനെ പൊങ്കാല ഇട്ടില്ല.
പിന്നെ കുറച്ച് 2 വീട് അപ്പുറത്തുള്ള ചേച്ചിയൊക്കെ അവരൊക്കെ അമ്പലത്തിൽ പോയി പൊങ്കാല ഇടാനായിട്ട്. അപ്പോൾ ഇനി കാപ്പിയൊക്കെ കുടിച്ചിട്ട് എല്ലാവർക്കും പൊങ്കാല കൊണ്ട് കൊടുക്കണം. അങ്ങനെ വട്ടത്താമര ഇലയിലാണ് കൊടുക്കാനായിട്ട് പോണത്. ഇന്നിപ്പം ഒരിടം വേറെ പൊങ്കാലകളൊന്നും ആരും ഇടാത്തത് കൊണ്ട് കുഴപ്പമില്ല. ഈ ആറ്റുകാൽ പൊങ്കാല ദിവസമാണ് ദൈവമേ തലപ്രാന്ത് എടുക്കണ ഒരു ദിവസം. എല്ലാവരും പൊങ്കാലയ്ക്ക് പോകുമല്ലോ, എല്ലാ വീട്ടിൽ നിന്നും പൊങ്കാലയ്ക്ക് പോകും. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ ആ ഒരു രീതി എങ്ങനെയാണല്ലോ, നമ്മൾ പൊങ്കാലയ്ക്കൊക്കെ പോയിട്ട് വന്നാൽ എല്ലാ വീടുകളിലും പൊങ്കാല കൊടുക്കും. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് നമ്മളെ വീട്ടിൽ നിന്ന് പൊങ്കാലയ്ക്ക് പോയാലും ശരി തന്നെ അവർ കൊണ്ട് തരും പൊങ്കാലകൾ. പൊങ്കാല കാരണം നിവർത്തിയില്ലാത്ത ഒരു ദിവസമായിരിക്കും. കഴിച്ചാലും തീരുമോ, നമുക്ക് കളയാനും ഒരു മടിയായിരിക്കും പൊങ്കാല ആയതുകൊണ്ട്. ഫ്രിഡ്ജിലൊക്കെ വെച്ച് പിറ്റൊന്നും 3ൻ്റെ ഒന്നും ഒരാഴ്ചത്തേക്ക് പിന്നെ ആ പൊങ്കാലയായിരിക്കും തീറ്റി. അങ്ങനത്തെ പൊങ്കാല നേരെ സുനിത ചേച്ചിയുടെ അവിടെ കൊണ്ടുവന്നു. അപ്പോൾ സുനിത ചേച്ചി ഇവിടെ വിറവെല്ലാം വെട്ടി പീസാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതിന് അവിടെ നിന്ന് പൊങ്കാല അവിടെ കൊടുത്തിട്ട് ഇനി അടുത്ത് കുഞ്ഞോള് ചേച്ചിക്ക് കൊടുക്കണം പൊങ്കാല. അങ്ങനത്തെ എനിക്കിതാ വാല് പോലെ ആൾ കൂടെ ഉണ്ട്. ആളിതാ ഒരു കവറിൽ നിറച്ച് വെള്ളമൊക്കെ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇതൊരു തമിഴരെ വീടാണ്. അപ്പോൾ അവരും ഫ്രണ്ടിൽ കോലമൊക്കെ വരച്ചിട്ട് അവിടെ നോക്കിയപ്പോഴേക്ക് പൊങ്കാലയും ഭയങ്കര രീതിയിലൊക്കെയാണ് അവർ ആഘോഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതായിരുന്നു എൻ്റെ വീട്. എൻ്റെ അച്ഛനും അമ്മയും കൊടുത്ത വീട് അതായിരുന്നു. അത് കൊടുത്തിട്ടാണ് പിന്നെ അവർ വാടകയ്ക്ക് പോയത്. ഇപ്പോൾ അവിടെ നിന്ന് മാറിയാണ് ഈ വീട്ടിലോട്ട് വന്നത്. അങ്ങനെ ആ വീട് കൊടുത്ത സമയത്താണ് ഈ ഒരു തമിഴ് ഫാമിലി വാങ്ങിയത്. അവരിവിടെ ഇൻഫോസിസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ, പുറത്തുനിന്ന് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഇൻഫോസിസ്, ടെക്നോ പാർക്ക്, പിന്നെ എന്ത് പറയാനായിട്ട് UST ഗ്ലോബലുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മളെ നമുക്ക് ചുറ്റുമാണ് ഉള്ളത്. അതുകൊണ്ട് മാത്രം എപ്പോഴും ഇങ്ങനെ പുറമേ ഉള്ള ആൾക്കാർ റെൻറ്റിനായിരുന്നാലും അല്ല സ്ഥലം വസ്തു വാങ്ങിക്കാനായിട്ടായിരുന്നാലും ഒക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി പൊങ്കാലയൊക്കെ എല്ലായിടവും കൊടുത്തതിന് ശേഷം ചക്ക കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തലേ ദിവസം വാങ്ങിയതാണ് ചക്ക. അപ്പോൾ നമ്മൾ ചക്ക വാങ്ങിച്ചിട്ട് 1 വർഷം വരെ ചക്ക കേടാവാതിരിക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ചക്ക ഇനി എത്ര നാൾ വേണമെങ്കിലും കേടാവാതിരിക്കാനായിട്ട് ഇതേപോലെ നമ്മൾ ഈ ചക്ക മടലോടുകൂടെ തന്നെ വെട്ടി ഫ്രിഡ്ജിനകത്ത് ഒരു കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാൽ മതി. ഒരു കുഴപ്പവും വരില്ല. പക്ഷേ ചക്ക നമ്മൾ ഇറുത്ത് ഇട്ടതിന് ശേഷം ചക്ക ചുളയായിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഒരു കാര്യവുമില്ല. പിറ്റേന്നാകുമ്പോഴേക്കും അതൊരുമാതിരി മഞ്ഞ കളർ അടിച്ചിട്ട് വല്ലാതൊരു ഇനിപ്പ് തോന്നും. പിന്നെ അത് കറി വയ്ക്കാനൊന്നും കൊള്ളൂലല്ലോ. അപ്പോൾ ഇനി ചക്ക ഒരുപാട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചക്ക മടലോടുകൂടി കട്ട് ചെയ്ത് ഒരു കവറിലാക്കി അങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം. പിന്നെ പച്ചച്ചീര അവിടെയൊക്കെ നിപ്പുള്ളതല്ല, ഞാൻ കൊണ്ട് നട്ടതായിരുന്നു. അപ്പോൾ പച്ചച്ചീരയും കിട്ടി. അപ്പോൾ ഈ പച്ചച്ചീരയും തലേ ദിവസം കുറച്ച് ഞാൻ കടയിൽ നിന്ന് വാങ്ങി. ഒരു ഉമ്മ അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന്, നമുക്ക് ഈ വീട്ടിലെ സാധനങ്ങൾ ചന്തയിൽ കൊണ്ടുവച്ചിരിക്കുന്നത് കാണുമ്പം തന്നെ അറിയാമല്ലോ. അപ്പോൾ കുറച്ച് ബാക്കി നിന്നതാണ് ഞാൻ വീട്ടിൽ നിന്നും കൂടെയൊക്കെ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ചക്കയുണ്ടെങ്കിൽ പിന്നെ ചക്കക്കുരു ഉണ്ടല്ലോ, ചക്കക്കുരു അമ്മ ഇനി എത്ര കിട്ടിയാലും അതിനെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് അവർ വെച്ചിരിക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി ചീരത്തോരൻ വെക്കാൻ പോകുന്നത് ചക്കക്കുരുവും കൂടെ ഇട്ടിട്ടാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ സവാളയൊന്നും അരിഞ്ഞിടേണ്ട കാര്യമില്ല. അങ്ങനെ ചക്ക മൊത്തം വെട്ടി വൃത്തിയാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് നമ്മളെ കത്തിയുടെ അവസ്ഥ ഉണ്ടല്ലോ, മുഴുവൻ ചക്ക ഇറക്കായിട്ടിരിക്കുകയാണ്. ഇനി ഇതിനെ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് നേരെ ഗ്യാസ് കത്തിക്കണം. ഗ്യാസൊന്നും വേണ്ട, നമ്മളിപ്പോൾ അടുപ്പാണെങ്കിൽ അടുപ്പിൽ തീയിലൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. കുറച്ച് സമയമാകുമ്പോഴേക്കും കണ്ടില്ല, അതിങ്ങനെ ഉരുകി വരാൻ തുടങ്ങി. ഇനി അതിന് ഒരു പേപ്പറോ അല്ലെങ്കിൽ തുണിയോ, പേപ്പറാണ് നല്ലത്, തുണിയാണെങ്കിൽ നമുക്ക് വീണ്ടും ആ അരക്ക് തുണിയിലോട്ടല്ലേ പറ്റണത്. അപ്പോൾ ഒരു വേസ്റ്റ് പേപ്പർ എടുത്തിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. പഴയതിനേക്കാളും നല്ല ഭംഗിയായിട്ട്, നല്ല കുട്ടപ്പനായിട്ട് തന്നെ നമുക്ക് നമ്മളെ കത്തി തിരിച്ച് കിട്ടും. ഇനി ഒന്ന് ചൂടാക്കിയതല്ലേ, അപ്പോൾ ഒന്ന് പിച്ചാത്തി ഒന്ന് ഒന്ന് നമ്മൾ തേച്ചെടുക്കണം. ഒന്ന് തേച്ചെടുക്കുമ്പോഴേക്ക് പഴയതുപോലെ തന്നെ അങ്ങ് വീണ്ടും മൂർച്ചയൊക്കെ വന്നോളും. അങ്ങനെ അമ്മ ഇത് ചക്ക വെട്ടാനായിട്ടാണ് ഈ കത്തി എടുത്തത്. ഇനി ആ ചെറിയ കത്തി കൊണ്ടാണ് ചക്ക കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല വേവണ ചക്കയായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ എനിക്ക് ഈ വർഷം കുറച്ച് ചക്ക കിട്ടി. പക്ഷെ അമ്മ എന്തോന്ന് പറയുമ്പോൾ അതത്ര വേവാത്ത ചക്കയായിരുന്നു. അതിനെങ്ങനെയെങ്കിലുമൊക്കെയാണ് വേവിച്ചെടുത്തത്. പക്ഷേ ഇത് നല്ല സൂപ്പർ ചക്ക തന്നെയായിരുന്നു കിട്ടിയത്. പിന്നെ ചക്ക സീസൺ ആയിക്കൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. ഒടുക്കത്തെ വിലയാണ്. ഇത്ര മുറി ചക്കയ്ക്ക് തന്നെ ഭയങ്കര പൈസയൊക്കെയാണ് അവർ പറഞ്ഞത്. ഇളയ നാത്തൂൻ്റെ അവിടെ ചക്കയൊക്കെ എല്ലാം റെഡിയായിരിക്കുകയാണ്.
പിന്നെ ഇതാ ഒരു വാഴക്കൊല നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ചേച്ചി വിളിക്കണുണ്ട്. വന്ന എല്ലാം കൊണ്ടുപോകും, കുരുമുളകൊക്കെ എല്ലാം പാകമായിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പോകാനായിട്ട് സമയമില്ലാത്തത് കൊണ്ടാണ് അങ്ങോട്ട് പോവാത്തത്. അവിടെ പോയെങ്കിൽ ചക്കയും കുരുമുളകും വാഴക്കൊലയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാമായിരുന്നു. ഇനി അമ്മ അവിടെ ചക്ക റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ ഇനി ഈ തോരത്തിനുള്ള സംഭവങ്ങളൊക്കെ എല്ലാം കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. ഇന്നിപ്പോൾ രമ്യ ചേച്ചിയും മക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ അനന്തവും നന്ദുവും 2 ദിവസം കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. 2-3 ദിവസം കൊണ്ട് സ്കൂളും കോളേജും ഒക്കെ അവധിയല്ലേ. അപ്പോൾ പിള്ളേർ 2 ഇവിടെ ഉണ്ടായിരുന്നു. ചേച്ചി രാവിലെ വന്ന് അമ്പലത്തിലൊക്കെ പോയതിന് ശേഷം നേരെ വീട്ടിലോട്ടാണ് വന്നത്. അപ്പം നമ്മുടെയൊക്കെ ഒരു രീതി അനുസരിച്ച് മലയാള മാസം 1-ാം തീയതി ഭയങ്കര പ്രത്യേകതയാണ്. അങ്ങോട്ടുമൊക്കെ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മാത്രമേ ഈ ഒരു ആചാരം ഉള്ളോന്നും അറിയില്ല. 1-ാം തീയതി എന്ന് മലയാള മാസം 1-ാം തീയതി ആരാണോ വീട്ടിൽ ആദ്യം വന്ന് കയറണത് അവരുടെ ആ ഐശ്വര്യം പോലെ ഇരിക്കും ആ ഒരു മാസം നമ്മുടെ വീട് പോണതെന്നാണ് പറയണത്. അതുകൊണ്ട് 1-ാം തീയതിയിൽ പെട്ടെന്നൊരു വീട്ടിൽ ചെന്ന് കയറാനായിട്ട് എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. എങ്ങാനും നമ്മൾ കയറിയിട്ടാണ് അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പഴി തേച്ചാലും മാച്ചാലും പോകില്ല. പിന്നെ നമ്മൾ ചത്താൽ പോലും ആ ഒരു പഴി പോകില്ല. അപ്പോൾ അതുകൊണ്ട് 1-ാം തീയതി ഏതെങ്കിലും വീട്ടിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചോദിക്കും, 1-ാം തീയതി കയറിയതാണോ എന്ന് ചോദിക്കും. അങ്ങനെ ഇപ്പോൾ ഇതാ ചേച്ചി രാവിലെ വന്ന് കയറിയപ്പോഴേ പറയാനുണ്ട്, അയ്യോ ഞാനാണ് നിങ്ങളുടെ വീട്ടിൽ 1-ാം തീയതി കയറിയത്, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ തലയിൽ കൊണ്ട് വെക്കല്ലേ എന്നാണ് പറഞ്ഞത്. ചേച്ചി ഒന്ന് മടിച്ചായിരുന്നു രാവിലെ വരാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി ഇങ്ങ് പോരേന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി വന്നത് തന്നെ. അപ്പോൾ എന്താ ഇനി തോരൻ വെക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചക്കക്കുരു അമ്മ ക്ലീൻ ആക്കി തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ചക്കക്കുരുവിനെ ആദ്യം വേവിക്കും. അപ്പം നന്നായിട്ട് വെന്ത് ആയതിന് ശേഷമാണ് ചീര ഇട്ട് കൊടുക്കുന്നത്. കാരണം ചീര വേവാനായിട്ട് അധികം സമയം വേണ്ടല്ലോ, പക്ഷെ ചക്കക്കുരു വേവാനായിട്ട് കുറച്ചധികം സമയം തന്നെ വേണം. പിന്നെ ഇനിതാ ചക്ക അമ്മയെല്ലാം കട്ട് ചെയ്ത് തന്നതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മയാണെങ്കിൽ ചക്കയുടെ കൂടെയും ചക്കക്കുരു ഇടും. എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു കാര്യമാണ് ഈ ചക്കക്കുരു തൊലിച്ചെടുക്കുന്നത്. അമ്മയെ സമ്മതിക്കണം. അമ്മ പതുക്കെ ഇരുന്നത് മൊത്തം തൊലിച്ച് ക്ലീനാക്കി വൃത്തിയാക്കി അമ്മ എടുത്തോളും. പിന്നെ ഇതാ അവിടെ നിന്ന് കൊണ്ടുവന്ന കാരക്കയില്ലേ, എത്ര കാരക്ക എടുത്തോളും. എനിക്കാണെങ്കിൽ സഹിക്കണില്ല. എന്നാലും പിന്നെ വിചാരിച്ചിനി ഒരാഴ്ച ആകുമ്പോഴേക്ക് കുറച്ചും കൂടെ സംഭവം വലുതാവുമല്ലോ. അപ്പോൾ ഞാൻ എന്താ അതിനെ ഒന്ന് അവിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഇങ്ങനെ ഒന്ന് കീറിയിടണമല്ലോ, എന്നാലും നല്ല രീതിയിൽ ഉപ്പൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. അപ്പോൾ ചക്കക്കുരു വേവണ സമയം കൊണ്ടാണ് അതിൻ്റെ പിറകെ പോയത്. അപ്പോൾ ചക്കക്കുരു നല്ലതുപോലെ വെന്ത് വന്നപ്പോഴേക്ക് ചീരത്തോരനും കൂടെ ഇട്ട് കൊടുത്ത് ഇനി ഇത് രണ്ടും കൂടെ അങ്ങ് ഒരുമിച്ച് വെന്തോളും. പിന്നെ ഇതാ അമ്മ തോരത്തിനുള്ളതൊക്കെ അവിടെ അരച്ച് വെച്ചിരിക്കുകയായിരുന്നു. തോരത്തിനുള്ള അരച്ച് വെച്ചതല്ല, ഒരു അബദ്ധം പറ്റിയതായിരുന്നു. നമ്മൾ സാധാരണ തോരത്തിന് അങ്ങനെ അരച്ചിടാറില്ല. നമ്മൾ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ അരപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് പതിവ്. പക്ഷെ അമ്മ ഇതിപ്പോൾ ചക്കയ്ക്കായിട്ട് ചക്ക എരിശ്ശേരി വെക്കാനായിട്ട് ഒന്ന് അരച്ച് വെച്ചതാണ്. അപ്പോൾ ചക്കയ്ക്കായിരുന്നാലും നമ്മൾ വെണ്ണ പോലെ അല്ലല്ലോ അരച്ചെടുക്കുന്നത്, അല്ലാണ്ട് ഒന്നിങ്ങനെ അടിച്ചെടുക്കുകയല്ലേ ഉള്ളൂ. അപ്പോൾ അതുപോലെ അരച്ച് വെച്ചിട്ട് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഇത് ചക്കയ്ക്കാണ് അരച്ച് വെച്ചിരിക്കുന്നത്, ചക്ക വേകുമ്പോൾ നീ ഈ അരപ്പ് അതിലേക്ക് ഇട്ടുകൂടെന്ന് പറഞ്ഞു. ഞാനത് ഓർത്തില്ല. പെട്ടെന്ന് ആ ചീരയെല്ലാം റെഡിയായി വന്നപ്പോഴേക്ക് ആ ചക്കയ്ക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പെടുത്ത് നേരെ ചീരയ്ക്കാണ് ഇട്ട് കൊടുത്തത്. ഇട്ട് കൊടുത്തതും അമ്മ അയ്യോ അത് ഞാൻ ചക്കയ്ക്ക് അരച്ച് വെച്ചിരുന്നല്ലേ, ഇത് പറഞ്ഞത് ഒരുമിച്ചായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കൈവിട്ട് പോയതിനെ പറ്റി ഇനി പറഞ്ഞിട്ടും ദുഃഖിച്ചിട്ടും കാര്യമില്ല. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇത് രണ്ടിൻ്റെയും കൂട്ട് ഏകദേശം സെയിം ആയതുകൊണ്ട് പ്രശ്നം വന്നില്ല. നമ്മൾ സാധാരണ തോരത്തിന് കുരുമുളകൊന്നും അരയ്ക്കാറില്ല. ചക്കയ്ക്കാണെങ്കിൽ ഒരുപാട് കുരുമുളക് അരയ്ക്കും. അപ്പോൾ അമ്മ ഇത് ചക്കയ്ക്കല്ലേ അരച്ച് വെച്ചത്, അതുകൊണ്ട് കുരുമുളകൊക്കെ തോന അരച്ചിരിക്കുകയായിരുന്നു. ഇനി എന്തായി തീരുമെന്തോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ തോരൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെയും തോരൻ വെക്കാമല്ലോ എന്നാണ് അപ്പോഴാലോചിച്ചത്. നമ്മൾ സാധാരണ അതൊന്നും അരയ്ക്കാറില്ലല്ലോ. അമ്മ ഇപ്പോൾ പച്ചമുളക് ഇപ്പോൾ തോരത്തിനായാലും വേണം, പക്ഷെ കുരുമുളക് എങ്ങനെ തോരത്തിന് അരയ്ക്കൂല. നല്ല രുചിയായിരുന്നു ചീരത്തോരൻ കഴിക്കാനായിട്ട്. പിന്നെ ഇതാ വീണ്ടും ചക്കയ്ക്ക് അമ്മ രണ്ടാമത് അരച്ചൊക്കെ തന്ന്. ചക്ക കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് വെന്ത് വന്ന് നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. വില കൂടിയാലും നമുക്ക് അത് കഴിക്കുമ്പോഴുള്ള ആ ഒരു സ്വാദ് കൊണ്ട് നമ്മൾ പിന്നെ ആ വിലയുടെ കാര്യം അങ്ങ് മറക്കും. നല്ല വില കൊടുത്ത് വാങ്ങിച്ചിട്ട് എങ്ങാനും വല്ല മിസ്റ്റേക്ക് വന്നാൽ പിന്നെ നമ്മളെ മനസ്സ് തന്നെ അറിയാതെ അങ്ങ് എരിഞ്ഞു പോകും. അങ്ങനെ വിഭവങ്ങളൊക്കെ റെഡിയായി. ചെമ്പല്ലി കറിയായിരുന്നു, മീൻ ചെമ്പല്ലിയായിരുന്നു, അതായി. ചീരത്തോരനായി, ചക്ക എരിശ്ശേരിയായി. ഇനി നമ്മുടെ കാരക്ക ഉണ്ടല്ലോ, ആ സംഭവം കൂടെ ഒന്ന് ഉപ്പിലിട്ട് വെക്കണം. അതിന് ഞാനൊന്ന് അവിച്ച് കീറിയൊക്കെ ഇട്ടായിരുന്നു.
പിന്നെ ഇതാ കോവയ്ക്ക് കുറച്ച് ദിവസം മുമ്പ് ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കോവയ്ക്ക് ഉപ്പിലിട്ട് കഴിക്കാനായിട്ട്. അങ്ങനെ കോവയ്ക്ക് ഇനി അതിനെ എടുത്തിട്ട് നല്ല ഉപ്പ് പിടിച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 4-5 ദിവസം ആയിട്ടുണ്ട് ഉപ്പിലിട്ട് വെച്ചിട്ട്. നമ്മൾ എന്ത് സാധനവും കുറച്ച് ദിവസം ഉപ്പിലിട്ട് വെച്ചതിന് ശേഷം എടുത്ത് അച്ചാറിടണം. ഭയങ്കര രുചിയാണ്. അങ്ങനെ ഇനിതാ ആ കോവയ്ക്ക് ഇങ്ങനെ നേരെ എടുത്തങ്ങ് അച്ചാറാക്കാമെന്ന് വിചാരിച്ച് അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട്, കറിവേപ്പില ഇട്ടില്ല, അതിന് മുമ്പ് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതിന് ശേഷം കറിവേപ്പിലേക്ക് ഇട്ട്, വറ്റൽമുളകില്ല അതുകൊണ്ട് അതിട്ടില്ല. പിന്നെ നമ്മൾ അച്ചാറിടുമ്പോൾ അത് ഇഞ്ചിയൊന്നും അങ്ങനെ ചേർക്കാറില്ല, അതുകൊണ്ട് ഇഞ്ചി ഇട്ടില്ല. ഇനി ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നല്ല ഉപ്പ് പിടിച്ച് സെറ്റായിട്ടിരിക്കുന്ന കോവയ്ക്കയും കൂടെ അതോടെ എടുത്ത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. കോവയ്ക്ക് അച്ചാറിടണതിന് മുന്നേ തന്നെ കുറേ തീർന്നായിരുന്നു, തോനെ ഉണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് കോവയ്ക്ക് അച്ചാറിട്ടത്. അപ്പം അച്ചാറല്ല, കോവയ്ക്ക് ഉപ്പിലിട്ടത്. അപ്പോൾ കോവയ്ക്ക് ഉപ്പിലിട്ടാലും നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അപ്പോൾ ആ ഒരു ടേസ്റ്റായിരുന്നു. അങ്ങനെയാണ് ഇനി അച്ചാറാക്കാമെന്ന് വിചാരിച്ചത്. ഇനിതാ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് കുറച്ച് മുളക് പൊടിയെല്ലാം നല്ല കളറും കൂടെ വേണം. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ കാശ്മീരിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അല്ലാത്ത മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്ക് ആ ഉപ്പ് വെള്ളം ഇരിക്കണമുണ്ടല്ലോ, നമ്മൾ കോവയ്ക്ക് ഉപ്പിലിട്ട് വെച്ചിരുന്നത്, അത് തന്നെ നമുക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ആ വെള്ളം തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ സംഭവങ്ങളും അതിലുണ്ട്. അതിലെല്ലാം പിടിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ വീണ്ടും അഡീഷണലായിട്ട് അരപ്പൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ അതുകൊണ്ട് മാത്രം വീണ്ടും കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനിതാ കുറച്ച് വെള്ളം കൂടെ ആ ഉപ്പ് വെള്ളം തന്നെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങ് സെറ്റാക്കി എടുക്കണം. പിന്നെ നമ്മളിവിടെ അച്ചാറിടുമ്പോൾ സാധാരണ വെളിച്ചെണ്ണ തന്നെയാണ് ഇടുന്നത്. കാരണം നമ്മുടെ അച്ചാർ അങ്ങനെ ഒരു മാസമൊന്നും ഇരുന്ന ഒരു ചരിത്രമേ നമ്മളെ വീട്ടിലില്ല. 2 ദിവസം കൊണ്ട് അച്ചാറുകളൊക്കെ തീർന്നോളും. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ മാത്രമാണ് നല്ലെണ്ണയിലേക്ക് ഇട്ടാൽ മതി. എന്നിട്ട് പ്രിസർവേറ്റീവ്സും കൂടെയാണ്. അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ കഴിച്ച് നോക്കിയപ്പോഴേക്കും. അപ്പോൾ ഇനി എപ്പോൾ കോവയ്ക്ക കിട്ടിയാലും അച്ചാറിടണം. ഇനി അത് അച്ചാറൊക്കെ ആക്കി വെച്ച് ഇനി അടുത്ത് നമ്മളെ കോവയ്ക്കയും കാരയ്ക്കയും എല്ലാം കൂടെ നാക്ക് ഉളുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കാരയ്ക്ക ഉപ്പിലിട്ടങ്ങ് വെക്കണം. അപ്പം ഞാൻ ഉപ്പിട്ടാണ് അത് അവിച്ച് വെച്ചത്. അതുകൊണ്ട് ഇപ്പം തന്നെ ഏകദേശം ഉപ്പൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളത്തിൽ നിന്ന് കാരയ്ക്ക ആ ഉപ്പ് വെള്ളത്തിൽ നിന്ന് എടുത്ത് ഈ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചങ്ങ് സെറ്റാക്കി വെച്ചാൽ നമ്മുടെ കാരയ്ക്കയും റെഡി. നാളെ ആകുമ്പോഴേക്ക് കാരയ്ക്ക സൂപ്പറായിട്ട് എരിവും കൂടെ പിടിച്ചിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.